Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ്സ് അഥവാ സൂചകസംഖ്യകൾ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതായത് റെക്ടാംഗിൾ മാത്ത് അഥവാ ചതുരക്കണക്കുകൾ എന്ന ഭാഗമാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ തരും. അതായത് രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ്. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് 3, 2 എന്നും 7, 5 എന്നും എടുക്കുന്നു. അപ്പൊ ഈ രണ്ട് കോർഡിനേറ്റ്സ് അഥവാ ഈ രണ്ട് പോയിന്റ്സ് ഒരു റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് വേർട്ടിസസ് ആയിട്ട് വരണം. ഈ രണ്ട് ബിന്ദുക്കൾ ഒരു ചതുരത്തിന്റെ എതിർമൂലകളായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഒരു ചതുരം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിനെ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ചതുരത്തിന്റെ വശങ്ങൾ എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമായിട്ട് വരുന്ന ചതുരം മതി. അങ്ങനെയുള്ള ചതുരം ഉണ്ടാക്കിയിട്ട് അതിന്റെ മറ്റ് രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കൂടി കണ്ടുപിടിക്കണം. അതായത് ഈ റെക്ടാംഗിളിന്റെ സൈഡ്സ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയിട്ട് വരികയും ചെയ്യണം. അങ്ങനെയുള്ള റെക്ടാംഗിൾ നമുക്ക് എടുത്താൽ മതി. അല്ലാതെ നമുക്ക് ചതുരം വരയ്ക്കാം, റെക്ടാംഗിൾ വരയ്ക്കാം. പക്ഷെ നമുക്ക് ഈ ടൈപ്പ് മതി. പിന്നെ ഇതിന്റെ ഒരു റെക്ടാംഗിൾ ആകുമ്പോൾ 4 വേർട്ടിസസ് ഉണ്ടല്ലോ, മറ്റേ 2 വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ഇതെങ്ങനെ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്ന് വരയ്ക്കാം. ഇത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലെ. എക്സ് സൂചക സംഖ്യയും വൈ സൂചക സംഖ്യയും ഇവിടെ പോസിറ്റീവ് ആണ്. ഇവിടെയും എക്സ് സൂചക സംഖ്യയും വൈ സൂചക സംഖ്യയും പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് സൈഡ് മാത്രം നമുക്ക് വരച്ചാൽ മതി. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ചു. ഇതാണ് എക്സ്, ഇത് വൈ. ഇനി ഈ 3, 2 എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതുന്നത് എക്സിന്റെ വില അല്ലെ. അപ്പൊ എക്സിലേക്ക് 3, എക്സിലേക്ക് എടുക്കേണ്ടത് 3 ആണ്. വൈയിലേക്ക് എടുക്കേണ്ടത് 2. രണ്ടാമത്തെ നമ്പറാണ് വൈയിലേക്ക് എടുക്കേണ്ടത്. അത് 2 ആണ്. ഈ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അതേപോലെ 7, 5 ആ പോയിന്റിൽ നിന്ന് എക്സിലേക്ക് വരയ്ക്കേണ്ടത് ആദ്യത്തെ നമ്പർ എക്സ് സൂചക സംഖ്യ അഥവാ എക്സ് കോർഡിനേറ്റ് 7 ആണ്. പിന്നെ രണ്ടാമത്തത് വൈ സൂചക സംഖ്യയാണ്. അപ്പൊ അത് വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ആ നമ്പറാണ് 5. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ പോയിന്റ്സ് ഓപ്പോസിറ്റ് വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ്. അപ്പൊ നമ്മൾ റെക്ടാംഗിൾ വരയ്ക്കേണ്ടത് എങ്ങനെയാ? എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സമാന്തരമായിട്ട് വേണം നമുക്ക് റെക്ടാംഗിൾ വരയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വേർട്ടിസസ് മറ്റ് 2 വേർട്ടിസസ് കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതാണല്ലോ അടുത്ത വേർട്ടെക്സ്. അവിടുന്ന് എക്സിലേക്ക് എത്രയാണ്? 7 ആണ്. വൈയിലേക്ക് എത്രയാണ്? 2. അപ്പൊ 7, 2 പോയിന്റ് കിട്ടിയല്ലോ. ഇവിടെ ഈ പോയിന്റ് എക്സിലേക്ക് 3, വൈയിലേക്ക് 5. അപ്പൊ ആ പോയിന്റും കിട്ടിയല്ലോ, സൂചക സംഖ്യകൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. ഈ കൂടെ തന്നെ ഇത് നോക്കിക്കേ. ഈ വശം എക്സ് അക്ഷത്തിന് സമാന്തരം. ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമാണ് അല്ലെ. ഇതിന്റെ രണ്ടറ്റത്ത് കിടക്കുന്ന ബിന്ദുക്കളാണ് 3ഉം 2ഉം 7ഉം 2ഉം. ഈ 2 എന്ന് പറയുന്നത് വൈ സൂചക സംഖ്യ, വൈ കോർഡിനേറ്റ് ആണ്. ഇവിടെയും 2 എന്ന് പറയുന്ന വൈ കോർഡിനേറ്റ്. അത് സെയിം ആയിട്ടല്ലേ നിൽക്കുന്നത്. പക്ഷെ എക്സ് സൂചക സംഖ്യ, എക്സ് കോർഡിനേറ്റ് 3 ആണ്. ഇവിടെ വന്നപ്പോൾ എക്സ് കോർഡിനേറ്റ് 7 ആയി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? എക്സ് ആക്സിസിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയിലെ ഏത് ബിന്ദുവിന്റെയും വൈ സൂചക സംഖ്യ മാറുന്നില്ല. എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ഏത് ലൈനിലെയും ഏത് പോയിന്റ് എടുത്താലും, ഇവിടെയൊക്കെ എടുത്താലും അതിന്റെ വൈ കോർഡിനേറ്റ് മാറുന്നില്ല. ഇനി നമുക്ക് അടുത്ത സൈഡ് എടുത്ത് നോക്കാം. ഈ സൈഡിലെ 2 പോയിന്റ്സ് ആണ് 7, 2ഉം 7, 5ഉം. അവിടെ 7 ആണ് മാറാത്തത്. 7 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് കോർഡിനേറ്റ് ആണ്, എക്സ് സൂചക സംഖ്യയാണ്. ഇനി ഈ വര, ഈ പേന വെച്ചിരിക്കുന്ന വര ആർക്ക് സമാന്തരമാ? വൈ അക്ഷത്തിന് സമാന്തരം, വൈ ആക്സിസിന് പാരല.
വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന വരയിൽ എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചക സംഖ്യ മാറുന്നില്ല. ക്ലിയർ ആയോ? ഇനി ഇത് നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് സമാന്തരമാണ്, എക്സ് ആക്സിസിന് പാരലല്ല, എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. അവിടെ വൈ മാറുന്നില്ല. വൈ എന്താണ്? 5 ആണ്. വൈ കോർഡിനേറ്റ്, വൈ സൂചക സംഖ്യ മാറുന്നില്ല. ഇവിടെ നോക്കിക്കേ, നമ്പർ കാണത്തില്ല അല്ലെ. 3, 5, 3, 2 ഇത് ആർക്ക് സമാന്തരമാണ്? വൈ അക്ഷത്തിന് സമാന്തരത്തിൽ വരുമ്പോൾ എക്സ് സൂചക സംഖ്യ മാറുന്നില്ല. ഇവിടെ 3, ഇവിടെ 3. പോയിന്റ് കിട്ടിയോ? എക്സ് ആക്സിസിന് പാരലലായിട്ട് വരുമ്പോൾ, പാരലലിന്റെ സിമ്പലാണ്, പാരലലായിട്ട് വരുമ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. വൈ ആക്സിസിന് പാരലലായിട്ട് ഏത് ലൈൻ വരച്ചാലും എന്താ, എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അതിലെ ഏത് പോയിന്റിലെയും എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അങ്ങനാണെങ്കിൽ നമുക്ക് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്നും വരയ്ക്കാതെ, എക്സ് അക്ഷവും വൈ അക്ഷവും ഒന്നും വരയ്ക്കാതെ മറ്റ് 2 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു റെക്ടാങ്കിളിന്റെ 2 ഓപ്പോസിറ്റ് വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 2, 3, 7, 1. ഒരു ചതുരമാണ്. ചതുരത്തിന്റെ എതിർ മൂലകളുടെ സൂചക സംഖ്യകളാണ് 7, 1, 2, 3. ഈ ചതുരത്തിന്റെ വശങ്ങൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സമാന്തരമാണ്, പാരലലാണ്. അങ്ങനാണെങ്കിൽ നമുക്ക് ഓരോ സൈഡും എടുത്തു നോക്കാം. ഇത് നോക്കിക്കേ, ഇത് ആർക്ക് പാരലലാണ്? എക്സ് അക്ഷത്തിന് പാരലാണ്. എക്സ് അക്ഷത്തിന് സമാന്തരമാവുമ്പോൾ വൈ സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ വൈയിൽ ഇവിടെ എത്ര ഉള്ളത്? 1 ആണ്. അപ്പൊ ഇവിടെയും 1. വൈ എഴുതുന്ന എവിടെയാണ്? 2ാമത്തെ സ്ഥലത്താണ് അല്ലെ. ആദ്യമല്ല എഴുതേണ്ടത്, 2ാമത്തെ സ്ഥലത്താണ്. അപ്പൊ ഇവിടത്തെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി ഇത് നോക്കിക്കേ, ഇത് ആർക്ക് സമാന്തരം? വൈ അക്ഷത്തിന് സമാന്തരം. വൈ അക്ഷത്തിന് പാരലൽ ആകുമ്പോൾ എക്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സ് എത്രയാണ്? 2 ആണ്. ആ 2 തന്നെ ആയിരിക്കും ഇവിടെയും. മുഴുവനായില്ലേ? ഇനി ഇത് എക്സ് അക്ഷത്തിന് സമാന്തരം, എക്സ് ആക്സിസിന് പാരലൽ ആകുമ്പോൾ വൈ സെയിം ആയിരിക്കും. അപ്പോൾ വൈ 2ാമത് എഴുതുന്നതാണ്. 2ാമത്തെ സംഖ്യ ഇവിടെ 3 ആണ്. അപ്പൊ അതിന് 3 തന്നെ ആയിരിക്കും. ഇനി ഇവിടെ ഇത് എക്സ് വൈക്ക് പാരലലാണ്, വൈക്ക് സമാന്തരമാകുമ്പോൾ എക്സ് സെയിം ആയിരിക്കും. ഇവിടെ എക്സ് എന്ത് വന്നോ അത് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. കിട്ടിയില്ലേ? ഇപ്പൊ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാതെ ഓപ്പോസിറ്റ് വേർട്ടിസസ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി ഇതിനെ നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം. അതായത് ഈ 2 പോയിന്റ്സ് എടുക്കുക, 2, 1, 7, 1. ഈ 2 പോയിന്റ്സിലെ ഈ 2 ബിന്ദുക്കളുടെ വൈ സൂചക സംഖ്യയാണ് സെയിം അല്ലെ. വൈ സൂചക സംഖ്യ സെയിം ആയാൽ, ഒരേപോലെ വന്നാൽ ആ വര എക്സ് ആക്സിസിന്, എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും. തിരിച്ചു പറഞ്ഞാൽ മനസ്സിലായോ? 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ തന്നു, അവിടെ വൈ സെയിം ആയാൽ എക്സ് ആക്സിസിന് സമാന്തരം. എക്സ് സെയിം ആണെങ്കിൽ, ഇവിടെ എക്സ് സെയിം ആണെങ്കിൽ അത് വൈ ആക്സിസിന് പാരലൽ. നമുക്ക് പേജ് നമ്പർ 142 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ ഫിഗറാണ് ഞാനിവിടെ വരച്ചത്. -2, 3, 2, 4 ഓപ്പോസിറ്റ് വേർട്ടിസസ് ആണ്. ഇതിന്റെ മറ്റ് വേർട്ടിസസ് കണ്ടുപിടിക്കണം, മറ്റ് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമായിട്ടാണ് വശങ്ങൾ വന്നിരിക്കുന്നത്. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലാണ് തന്നിട്ടുമുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് എക്സ് ആക്സിസിന് പാരലാണ്. അപ്പോൾ വൈ സെയിം വരാവുള്ളൂ. ഇപ്പൊ ഇവിടെ എന്ത് വൈ വന്നോ അത് തന്നെ ഇവിടെയും വരത്തുള്ളൂ. 3. ഇത് വൈ അക്ഷത്തിന് സമാന്തരമാണ്. വൈ ആക്സിസിന് പാരലാകുമ്പോൾ എക്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സ് 2 ആണ്, അതുകൊണ്ട് 2 തന്നെ വരത്തുള്ളൂ. ഇനി ഇത് എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് വൈ സെയിം ആയിരിക്കും. ഇവിടെ വൈ 4 ആണ് വന്നിരിക്കുന്നത്. വൈ എന്ന് പറയുന്നത് 2ാമത് എഴുതുന്നത്. അപ്പൊ ഇവിടെയും 4 വരത്തുള്ളൂ. ഇനി ഇത് വൈ ആക്സിസിന് പാരലലാണ്. അപ്പൊ എക്സ് സെയിം ആയിരിക്കും. ഇവിടെ -2 ആകുമ്പോൾ ഇതും -2 ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി 2ാമത്തെ ഫിഗർ വരയ്ക്കാം. ഇതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. 2, 4 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വൈക്ക് പാരലല്ല, വൈക്ക് സമാന്തരമാകുമ്പോൾ എക്സ് സെയിം ആയിരിക്കും. എക്സ് ഇവിടെ എത്ര ആണ് വന്നിരിക്കുന്നത്? 2. എക്സ് 2. വൈ കണ്ടുപിടിക്കാം. ഇത് എക്സിന് പാരലാകുമ്പോൾ ഇവിടെ എന്ത് വൈ, എക്സിന് പാരലാകുമ്പോൾ ഇവിടെ എന്ത് വൈക്ക് വന്നോ അത് തന്നെ ആയിരിക്കും ഇവിടെയും വൈക്ക് വരുന്നത്. അപ്പം -2. ഇനി ഇവിടെ
വൈക്ക് പാരലലാണ്. അപ്പോൾ എക്സ് സെയിം ആയിരിക്കും. എക്സ് -1 ആണ്. ഇനി ഇവിടെ എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് വൈകൾ സെയിം ആയിരിക്കും. വൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ വാല്യൂ ആണ്. രണ്ടാമത്തെ വാല്യൂ -4 ഇവിടെ. അപ്പോൾ അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇത് -1 3 അല്ലെ, ഇത് എക്സ് ആക്സിസിന് പാരലൽ ആണല്ലോ. അപ്പോൾ എന്ത് വൈ സെയിം ആയിരിക്കും. വൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സംഖ്യ 3 തന്നെ ആയിരിക്കും. ഇനി ഇത് ഇത് വൈക്ക് പാരലൽ ആയതുകൊണ്ട് എക്സ് സെയിം ആയിരിക്കും. അപ്പൊ അവിടെ എക്സ് 2 വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെയും 2 തന്നെ. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇത് എക്സ് ആക്സിസിന് പാരലൽ ആകുമ്പോൾ വൈ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വൈ വന്നോ അത് തന്നെ ആയിരിക്കും ഈ അറ്റത്തും വരുന്നത്. വൈ രണ്ടാമത് എഴുതുന്നത്. ഇനി ഇവിടെ വൈ ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് എക്സ് സെയിം ആയിരിക്കും. ഇവിടെ എക്സിന്റെ വാല്യൂ -1 ആണ്. അത് തന്നെ ഇവിടെയും വരത്തുള്ളൂ. ആൻസർ മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ പറയുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കരുത്. വരയ്ക്കാതെ റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഇവിടെ 4 ചോദ്യം തന്നിട്ടുണ്ട്. അത് ഓരോന്നിലും ഓരോ പെയർ വീതമാണ് തന്നിരിക്കുന്നത്. അത് ഓപ്പോസിറ്റ് വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതായത് എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമായിട്ട് വരുന്ന ചതുരങ്ങളാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ചോദ്യത്തിൽ 4 പെയർ തന്നിട്ടുണ്ട്, 4 ജോഡികൾ തന്നിട്ടുണ്ട്. ഓരോ ജോഡിയും ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് ആദ്യത്തെ ചതുരത്തിന്റെ എതിർ മൂലകളുടെ സൂചക സംഖ്യകളാണ്. അപ്പം എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം 3 5 7 8 3 5 7 8. ഇവിടെ എല്ലാം പോസിറ്റീവ് സംഖ്യകളാണ്. അപ്പൊ 3 എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. 7 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ്. അപ്പം എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ കിടക്കുന്നത് അല്ലെ. അപ്പൊ എക്സിൽ ചെറിയ വിലയാണ് എപ്പോഴും ഈ വശത്ത് വരുന്നത്, വലിയ വിലയാണ് വലതുവശത്ത് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ഇത് 3 5 ആയിട്ടും ഇത് 7 8 ആയിട്ടും എടുത്താൽ ശരിയാവോ? ഇങ്ങനെ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇവിടെ 3 5 ഇവിടെ 7 8 വരാം. അപ്പോൾ നമുക്ക് നോക്കാം അത് ശരിയാവോ ഇല്ലയോ. അപ്പൊ ഇവിടെ 3 5 വന്നാൽ ഈ വശത്ത് എന്താ, ഇത് എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് വൈ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തേ വരത്തുള്ളൂ, വൈ 5 വരത്തുള്ളൂ. പിന്നെ ഇത് വൈ ആക്സിസിന് പാരലൽ ആകുമ്പം എക്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സിന്റെ വില 7 ആയതുകൊണ്ട് ഇവിടെയും 7 വരത്തുള്ളൂ. ഇനി ഇങ്ങനെ വെച്ച് നോക്കിയാൽ എക്സ് ആക്സിസിന് പാരലാണ്. അപ്പോൾ വൈയുടെ വില സെയിം ആയിരിക്കും. അപ്പോൾ വൈ ഇവിടെ 8 ആണ്. അപ്പോൾ ഇവിടെയും 8 വരത്തുള്ളൂ. ഇനി ഇവിടെയോ, ഇത് വൈക്ക് സമാന്തരമാണ്. അപ്പോൾ എക്സിന്റെ വിലകൾ തുല്യമായിരിക്കും. ഇവിടെ എക്സ് 3 ആയതുകൊണ്ട് ഇത് 3 ആയിരിക്കും. ഇനി നോക്കിക്കേ, എക്സിന്റെ വില 3 7 കൂടിയാണല്ലോ വന്നിരിക്കുന്നത് അല്ലെ. വൈയുടെ വില ഇവിടെയോ 5 8 കൂടി തന്നെയല്ലേ വരുന്നത്. ഇവിടെ വൈയുടെ വില 5 8. ഈ ചതുരത്തിന്റെ ഏതെങ്കിലും 2 സൈഡ് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ആൻസർ കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇവിടെ 6 2 5 4. അപ്പൊ 6 വലുതാണ്, എക്സ് മാത്രം നോക്കൂ, 6 5. അപ്പൊ 5 അല്ലേ ചെറുത്. അപ്പൊ ചെറുത് വേണം ഇടതുവശത്ത്, വലുത് വേണം വലതുവശത്ത് വരാനായിട്ട്. അപ്പൊ 5 4 നമുക്ക് ഇവിടെ എടുക്കാം, 6 2 ഇവിടെ എടുക്കാം. നമുക്ക് ഇങ്ങനെയും എടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കും ഏതാ ശരിയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് വൈ ആക്സിസിന്റെ സമാന്തരമായതുകൊണ്ട് എക്സ് സെയിം ആണ്. അപ്പൊ ഇവിടെയും 5 വരത്തുള്ളൂ. ഇത് എക്സിന് സമാന്തരമാകുമ്പോൾ വൈ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 2 വരും. ഇത് വൈക്ക് സമാന്തരമായിട്ട് എക്സ് സെയിം, അതായത് ഇവിടെ എന്ത് എക്സ് വന്നോ അത് തന്നെ ഇവിടെ വരത്തുള്ളൂ. അപ്പൊ 6. ഇത് വൈക്ക് എക്സിന് സമാന്തരമായിട്ട് വൈയുടെ വിലകൾ ഈ പേന വെച്ചിരിക്കുന്നതിന്റെ 2 അറ്റത്തുള്ള പോയിന്റാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ വൈ 4 ആയതുകൊണ്ട് ഇവിടെയും വൈ 4 വരത്തുള്ളൂ. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം ശരിയാണോ എന്ന്. ഇവിടെ എക്സിന്റെ വിലകൾ മാത്രം എടുക്കുക, 5 6 ആണ്. 5ൽ നിന്ന് കൂടിയാണ് 6ലേക്ക് വരുന്നത്. ഇവിടെ വൈയുടെ വിലകൾ മാത്രം എടുക്കുക. വൈയുടെ വിലകൾ 2ൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴാണല്ലോ കൂടി വരുന്നത്. 2ൽ നിന്ന് 4ലേക്ക് പോയി, കറക്റ്റ് ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കാം. -3 5 -7 1. അപ്പൊ എക്സിന്റെ വിലകൾ മാത്രം നോക്കുക. -3 ഉണ്ട് -7 ഉണ്ട്. ഏതാണ് ചെറുത്? -7 ആണ് ചെറുത്. അപ്പൊ ചെറുതിനെ ഇവിടോട്ട് എഴുതുക, -7 1. വലുതിനെ ഇങ്ങോട്ട് എഴുതാം, -3 5. എക്സ് മാത്രം നോക്കുക. എക്സിന്റെ വിലകൾ വലത്തോട്ട് വരുമ്പോഴാണ് കൂടി വരുന്നത്, വൈയുടെ വിലകൾ മുകളിലോട്ട് പോകുമ്പോഴാണ് കൂടി വരുന്നത്. അപ്പൊ ഇത്
ആർക്ക് സമാന്തരം? വൈക്ക് സമാന്തരം ആകുമ്പോൾ എക്സിന്റെ വിലകൾ സെയിം ആയിരിക്കും. എക്സ് ഇവിടെ -7 വന്നുകൊണ്ട് ഇവിടെയും -7. ഇനി ഇത് എക്സിന് സമാന്തരം ആകുമ്പോൾ വൈയുടെ വിലകൾ സെയിം. വൈ ഇവിടെ 5 വന്നുകൊണ്ട് ഇവിടെയും 5. ഇത് വൈക്ക് സമാന്തരം ആകുമ്പോൾ എക്സിന്റെ വിലകൾ സെയിം ആണ്. അപ്പൊ -3. ഇത് എക്സിന് സമാന്തരം ആകുമ്പോൾ വൈയുടെ വിലകൾ സെയിം. ഇനി നോക്കിക്കേ, എക്സിന്റെ വില മാത്രം എടുക്കുക. -7 -3 കൂടിയല്ലേ വരുന്നത്, വലത്തോട്ട് പോകുമ്പോൾ കൂടി വരുന്നുണ്ട്. ഇത് വൈയുടെ വില 1 5 മുകളിലോട്ട് പോകുമ്പോൾ കൂടി വരുന്നുണ്ട്. ഇനി നാലാമത്തെ ചോദ്യം ചെയ്യാം. -1 -2 -5 -4. എക്സ് മാത്രം എടുത്തു നോക്കുക. -1 ഉണ്ട് -5 ഉണ്ട്. -5 ആണ് ചെറുത് വേണമല്ലോ ഇടതുവശത്ത് വരാൻ. അപ്പൊ ഇടതുവശത്ത് ഞാൻ ഇവിടെ നിന്ന് എഴുതി നോക്കാം. -5 -4. വലതുവശത്ത് -1 -2. ഇനി ഇത് വൈക്ക് സമാന്തരമാണ്. അപ്പൊ എക്സിന്റെ വിലകൾ ഇവിടെ സെയിം ആയിരിക്കും. -5 വന്നു. ഇനി ഇത് വൈക്ക്, ഇത് എക്സിന് സമാന്തരമാകുമ്പോൾ വൈയുടെ വിലകൾ സെയിം ആയിരിക്കും. അപ്പൊ -2. ഇത് വൈക്ക് സമാന്തരമാകുമ്പോൾ എക്സിന്റെ വിലകൾ സെയിം. ഇത് എക്സിന്റെ സമാന്തരമാണ്, വൈയുടെ വിലകൾ സെയിം. കിട്ടി. ഇനി ചെക്ക് ചെയ്യണമല്ലോ. -5 -1 പോയി, വലുതായിട്ടാ വന്നത്. ഇവിടെ വന്നപ്പോൾ -2 -4 പോയി, വലുതാണോ? മുകളിലോട്ട് പോകുമ്പോൾ വലുതായിട്ട് വരണം. -2 ആണോ വലുത്, -4 ആണോ വലുത്? -2 വലുത്, -4 അല്ല. അപ്പൊ ഇത് എടുത്തത് ശരിയായോ? ഇല്ല. അപ്പൊ നമ്മൾ എടുത്ത് മാറ്റണം അല്ലെ? അപ്പൊ അതായത് ഇവിടെ -5 -4 കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് -5 -4 കൊടുക്കുക. ഇവിടെ നമുക്ക് -1 -2 കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ കണ്ടുപിടിച്ച് നോക്കാം. വൈക്ക് സമാന്തരം എക്സിന്റെ വിലകൾ സെയിം. എക്സ് എഴുതി. എക്സിന് സമാന്തരം വൈയുടെ വിലകൾ സെയിം. അപ്പൊ ഇവിടെ -2 വന്നോണ്ട് -2. വൈക്ക് സമാന്തരം എക്സിന്റെ വിലകൾ സെയിം. അപ്പൊ ഇവിടെ എക്സ് -1. എക്സിന് സമാന്തരം വൈയുടെ വിലകൾ സെയിം. ഇനി നോക്കിക്കേ, -5 നിന്ന് -1 കൂടി വരുന്നു, ശരിയാണ്. വൈയുടെ വിലകൾ -4 നിന്ന് -2 കൂടി വരുന്നു. ഇപ്പോഴാണ് ഇത് ശരിയായത്. ക്ലിയർ ആയല്ലോ 4 ചോദ്യം?